കണ്ട ദൃശ്യങ്ങളനുസരിച്ച് കരിങ്കൊടി കാണിക്കാൻ ചെന്ന KSUവിന്റെ പ്രവർത്തകർ മന്ത്രിയുടെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. മാത്രമല്ല, മന്ത്രിയാണ് അവരെ തല്ലാൻ പോയത്. എല്ലാവരും കണ്ടു. ഭീരുക്കൾ എന്ന് വിളിച്ച് അങ്ങോട്ട് ഓടിപ്പോകുന്നതും പോലീസ് വളരെ പണിപ്പെട്ട് മന്ത്രിയെ ശാന്തമാക്കുന്ന രംഗങ്ങളൊക്കെ CCTVയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുന്നത്? അത് മാത്രമല്ല, ഇന്നലെ രാത്രി മന്ത്രിയെ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെരിയാർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് CPMന്റെ പാർട്ടി ഓഫീസാണ്. അവിടുത്തെ ചികിത്സാ പിഴവുകളെക്കുറിച്ച് നിരന്തരം പരാതി വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് മന്ത്രി അങ്ങോട്ട് മാറ്റിയത് തന്നെ ഈ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, 1-ാം നമ്പർ പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞ് മൂന്നാമതെത്തിയപ്പോഴേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കഴുത്ത് ഉളുക്കിപ്പോയത്. സ്പീക്കർ ഷംസീറിനെ കാണുന്നത് വരെ മന്ത്രിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഷംസീറിനോട് കാര്യങ്ങൾ പറയുന്നു. ഷംസീർ ഉടനെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. പെട്ടെന്ന് കഴുത്തുവേദന വന്ന് മന്ത്രിക്ക് അവശതയുണ്ടാവുന്നു. നേരെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നു. മുഖ്യമന്ത്രി അവിടെ വന്ന് കാണുന്നു. ആ സമയം കൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കലാപങ്ങളുണ്ടാവും. ഇന്നലെ നിങ്ങൾ കണ്ടാണ് സെക്രട്ടറിയുടെ മുൻവശത്തുള്ള പുതുവത്സര യാത്രയുടെ സ്വാസംഗം ഓഫീസ് അടിച്ചു തകർത്തിട്ട് ഞാൻ തന്നെ പോലീസിന് വിളിച്ചു പറഞ്ഞ് 1 മണിക്കൂർ ഞാൻ അവിടെ കാത്തിരുന്നിട്ടും ഒരു പോലീസുകാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ ഇതൊക്കെ ഒരു പ്രീ പ്ലാന്റാണ്. ഒരു കാര്യം വ്യക്തമായി, മന്ത്രി എന്നുള്ള നിലയ്ക്ക് അട്ടർ ഫെയിലിയർ ആണെങ്കിലും 1990കളിൽ യുവജനോത്സവത്തിന് മോണാക്ടിനും മറ്റും അവാർഡ് കിട്ടിയത് അതിന്റെ ഒരു റിഹേഴ്സലായിരിക്കാം, അതിന്റെ ഒരു തുടർച്ചയായിരിക്കാം ഇന്നലത്തെ സംഭവം. അപ്പൊ അതിന് ഏതാണ്ട് നല്ല കപ്പാസിറ്റി ഉണ്ട്. വാർത്ത വായിക്കുന്ന പോലെ തന്നെ മിടുക്കിയാണ് ഈ അഭിനയിക്കുന്ന കാര്യത്തിൽ. അപ്പൊ മികച്ച അഭിനയത്തിന് ഒരു അവാർഡ് അടുത്ത വർഷം സത്യത്തിൽ ഈ മന്ത്രിക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വിദഗ്ധ സംഘം ഡോക്ടർമാർ വന്ന് മന്ത്രിയുടെ ഈ പരിക്കൊന്ന് പരിശോധിക്കണം. അതാകുമ്പോൾ ആർക്കും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ല. ഡൽഹിയിൽ നിന്ന് തന്നെ വിദഗ്ധ സംഘം ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് എന്താണ് കുഴപ്പമെന്ന് അറിയട്ടെ. കേരളത്തിലെ ഡോക്ടർമാരെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞയക്കുന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ട് അവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ മന്ത്രിയെ സംബന്ധിച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇത് തിരക്കഥയായിരുന്നു. അത് പിണറായി ഷംസീർ തിരക്കഥയാണ്. പക്ഷെ സ്പീക്കറോട് ഒരു കാര്യം പറയാനുള്ളത്, പുതിയ സ്പീക്കർ വരുന്നവർ അങ്ങ് കസാല ഇരിക്കേണ്ട ആളാണ്. ഒരു DYFI നേതാവിന്റെ സ്ഥിതിയിലേക്ക് തരം താഴരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാരുടെ സംഘം വന്ന് മന്ത്രിയെ പരിശോധിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ അന്ന് തീരുമാനിക്കാം. ഏതായാലും പുതുവത്സര യാത്രയെ തകർക്കാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ അതിനെ അതേ നാണയത്തിൽ നേരിടും.